ഹൈനോടെക്കോന്റെ ഒരുപാട് സ്മാർട്ട് വാച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അതിന്റെ അൺബോക്സിംഗ് വീഡിയോ ആണിത്. ഒരുപാട് ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്മാർട്ട് വാച്ച് വന്നിട്ടുണ്ട്. അങ്ങനെ അൺബോക്സിംഗ് വീഡിയോ തന്നെയാണ്. പിന്നെ അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ അതേപോലെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കണ്ട. ഒരു ലൈക്ക് അടിക്കാനും മറക്കണ്ട കേട്ടോ. പിന്നെ നല്ല അടിപൊളി സ്മാർട്ട് വാച്ചുകളാണ് വന്നിട്ടുള്ളത്. ഇന്ന് ഫുള്ള് റൗണ്ട് സ്മാർട്ട് വാച്ചാണ് കേട്ടോ. ഇത് കാണുന്നുണ്ടോ, ഹൈനോടെക്കോ ജർമ്മനിന്റെ RW42, 41, 39, 36 എന്ന് പറഞ്ഞ 4 മോഡൽ ഒപ്പരം വന്നിട്ടുണ്ട്. ഒപ്പരം അൺബോക്സ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. പിന്നെ അതേപോലെ തന്നെ ഈ ബോക്സിനുള്ളിൽ എന്തെല്ലാം ഉള്ള ഏതെല്ലാം മോഡൽ, എന്തെല്ലാം ക്ലാരിറ്റി, ഏതാ ലുക്ക് ഉള്ളത് എന്നുള്ളതെല്ലാം നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ പ്രൈസ്, ഡീറ്റെയിൽസ്, കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. ഇത് ജസ്റ്റ് അൺബോക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇത് കണക്ട് ചെയ്യുന്ന വീഡിയോയിലാക്കിയാൽ ഒരുപാട് ലെങ്ത് പോകും. എന്താ പറഞ്ഞാൽ ഓരോരോ ആപ്ലിക്കേഷൻ ആയിരിക്കും. 4 സ്മാർട്ട് വാച്ചാണ് വന്നിട്ടുള്ളത് കേട്ടോ. 4 അടിപൊളി സാധനമാണ്. ഹൈനോടെക്കോന്റെ പ്രോഡക്റ്റ് ആണ്, ജർമ്മനിന്റെ. പിന്നെ അതേപോലെ തന്നെ 4 ലുക്ക് മോഡലാണ് കേട്ടോ. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടത് നിങ്ങൾ ഒന്ന് പറയണേ. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്തായാലും ഞാൻ അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, നേരെ വീഡിയോയിലേക്ക് എടുക്കാം. ഇതിൽ ഏതാ ഇപ്പൊ അൺബോക്സ് ചെയ്യുക ഫസ്റ്റ്? ഇതല്ല ജൂനിയർ RW36 എന്ന് പറയുന്നത്. ഇതന്നെ അൺബോക്സ് ചെയ്യുക, അല്ലെങ്കിൽ ഇത് തുടങ്ങാം അല്ലേ? അപ്പൊ ഇത് 3 എടുക്കട്ടെ. ഇത് അൺബോക്സ് ചെയ്യുക ഫസ്റ്റ്. അപ്പൊ RW36 3 pair സ്ട്രാപ്പ്, പിന്നെ സൂപ്പർ മാക്സ് സൈസ് എന്നുള്ള എഴുതിയിട്ടുണ്ട്. ഹൈനോടെക്കോ ജർമ്മനിന്റെ IPS HD IPS amoled ഡിസ്പ്ലേ ഉണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഇതിൽ 3 സ്ട്രാപ്പാണ് കൊടുത്തിട്ടുള്ളത്. സിലിക്കോണ്, പിന്നെ സിലിക്കോണ്, പിന്നെയും സിലിക്കോണ്. 3 സിലിക്കോൺ സ്ട്രാപ്പാണ്. ഇവിടെ കാണുന്നുണ്ടോ? 3 സിലിക്കോണ്. 3 സ്ട്രാപ്പ് സിലിക്കോൺ എന്ന് എഴുതിയാൽ പോരെ. പിന്നെ അതേപോലെ തന്നെ ആപ്ലിക്കേഷന് DAFIT എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ആണ്. അപ്പോൾ അത് എങ്ങനെ കണക്ട് ചെയ്യാന്നുള്ള എൻ്റെ ഏതെങ്കിലും വീഡിയോ പോയിട്ട് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നതായിരിക്കും. അപ്പോൾ ഇത് നേരെ ഇത് പൊളിക്കാൻ പറ്റും. ഇത് പൊളിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ എന്തെല്ലാം ഉള്ളത് നോക്കാമല്ലോ. ഒരു പുറത്തെന്തെല്ലാം എഴുതിയിട്ടുണ്ട്, അതേമാതിരി സ്ട്രാപ്പെല്ലാം ഉള്ളിലുണ്ടോ നോക്കാം നമുക്ക്. ഇതിൽ ചെയിൻ സ്ട്രാപ്പ് വരുന്നില്ല കേട്ടോ. ഇതിൽ വെറും 3 നോർമൽ സിലിക്കോണിൻ്റെ സ്ട്രാപ്പേ വരുന്നുള്ളൂ. ഏതെല്ലാം കളർ വരുന്നത് നമുക്ക് നോക്കാം. ഇത് കളർ ബ്ലാക്ക് ആണ്. അപ്പോൾ 3 സ്മാർട്ട് വാച്ച് ഉണ്ട്, അല്ല 4 സ്മാർട്ട് വാച്ച് ഉണ്ട് അൺബോക്സ് ചെയ്യാൻ. അപ്പോൾ ഒന്ന് സ്പീഡിൽ അൺബോക്സ് ചെയ്യണം കേട്ടോ. ഒന്ന് മിലിറ്ററി ടൈപ്പ് സിലിക്കോണിൻ്റെ സ്ട്രാപ്പാണ് കൊടുത്തിട്ടുള്ളത് ബോക്സിൻ്റെ ഉള്ളിൽ. പിന്നെ അതേപോലെ തന്നെ പിന്നൊന്ന് ബ്ലാക്ക് കളർ സ്ട്രാപ്പ്, പിന്നെ ഒന്ന് ഗ്രേയിഷ് കളർ സ്ട്രാപ്പ് കേട്ടോ. 3 സ്ട്രാപ്പ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ സ്മാർട്ട് വാച്ച് കേട്ടോ. സ്മാർട്ട് വാച്ച് നല്ല വലുപ്പമുണ്ട് കേട്ടോ. വലിയ കൈക്ക് സെറ്റ് ആവില്ല, നമ്മളെ കൈക്കൊന്നും സെറ്റ് ആവില്ല കേട്ടോ. വലിയ കൈയുള്ള ആൾക്കാരുണ്ടെങ്കിൽ സെറ്റ് ആവും കേട്ടോ. ഇതൊരു ഹെവി സൈസ് ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. വലിയ സൈസാണ്. പിന്നെ അതേപോലെ തന്നെ വേറെ എന്നുള്ള നോക്കാം നമുക്ക്. വേറെ ഒരു വയർലെസ് ചാർജർ ഉണ്ട്. ഓ ഗാഡ്, സ്ക്രീൻ പ്രൊട്ടക്ടർ. ഒരു സ്ക്രീൻ പ്രൊട്ടക്ടർ കൊടുത്തിട്ടുണ്ട്. ഈസി ആയിട്ട് ഒട്ടിക്കാൻ പറ്റിയ സ്ക്രീൻ പ്രൊട്ടക്ടർ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ വൈപ്പ് കൊടുത്തിട്ടില്ല. അതേപോലെ തന്നെ ഇതൊരു മാഗ്നറ്റിക് ചാർജറാണ്, വയർലെസ് ചാർജറല്ല, മാഗ്നറ്റിക് ചാർജറാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു സ്മാർട്ട് വാച്ചിന്റെ സൈസ് ഉണ്ടെങ്കിൽ എത്രക്കുള്ള വലിയ സൈസാണ്. എൻ്റെ കയ്യിലെല്ലാം മറ്റേ എന്തോ ഒരു സാധനം വെച്ചാതിരിണ്ട്. അത്ര വലുപ്പമുണ്ട് കേട്ടോ സൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തതും കൂടി അൺബോക്സ് ചെയ്യാം. ഇത് ഓൺ ചെയ്യുന്നത് ചാർജ് ഉണ്ടാവില്ല. ജസ്റ്റ് ഓൺ ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഓൺ ചെയ്തിട്ട് അതിൻ്റെ ക്ലാരിറ്റി കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം. ഇപ്പോൾ ഇത് ഇവിടെ ഇരിക്കട്ടെ, RW39 അല്ല 36 ഇവിടെ ഇരിക്കട്ടെ. ഇനിയിപ്പോൾ നെക്സ്റ്റ് RW39 ഓപ്പൺ ആക്കാം കേട്ടോ. RW39 കുറച്ച് ലുക്ക് സാധനം ഒന്ന് കാണുന്നത്. നമുക്ക് ഇതിലെന്തെല്ലാം കൊടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരു സിലിക്കോൺ സ്ട്രാപ്പ്, ഒരു ലെതർ സ്ട്രാപ്പ്, പിന്നെ അതേപോലെ തന്നെ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ സ്ട്രാപ്പ്. പിന്നെ ആപ്ലിക്കേഷന് VV ഫിറ്റ് കേട്ടോ. VV ഫിറ്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ്. പിന്നെ അതേപോലെ തന്നെ RW39 3 സ്ട്രാപ്പ് എന്നുള്ള എഴുതിയിട്ടുണ്ട്. IPS അതല്ല, ബാക്കിയുള്ള അതിൽ എഴുതിയാൽ അതിൽ തന്നെയുള്ള. വീഡിയോ ഒരുപാട് ലെങ്ത്ത് വിളിച്ചു കൊണ്ടുപോകുന്നില്ല കേട്ടോ. പ്രൈസ് കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും, പോയിട്ട് നോക്കിയാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാകുന്നതായിരിക്കും. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനം നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് എന്താക്കാം, ഇതും കൂടി ഒന്ന് പൊളിച്ചിട്ട് ഉള്ളിലത്തെ അവസ്ഥ എന്താ നോക്കാം. ഒന്നിൻ്റെ അവസ്ഥ കണ്ടിട്ട് ബേജാറായി. നല്ല വലിയ സൈസാണ്, ലുക്കെല്ലാം ഭയങ്കര വലിയ സൈസാണ്. അത് പറഞ്ഞാൽ വലിയ കൈയുള്ള ആൾക്കാർക്ക് അത് സെറ്റാവും. പിന്നെ അതേപോലെ തന്നെ ഇത് അത്ര തന്നെ കേട്ടോ. ഇത് നല്ല ലുക്കുണ്ട് സാധനം. മറ്റേ ഒരു G-Shock ടച്ചുള്ള ഒരു സ്മാർട്ട് വാച്ച് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ സ്ട്രാപ്പ്, പിന്നെ ഒരു ലെതറിൻ്റെ സ്ട്രാപ്പ് നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരു സിലിക്കോണിൻ്റെ സ്ട്രാപ്പും ഉണ്ട് കേട്ടോ. അപ്പോൾ സിലിക്കോണിൻ്റെ സ്ട്രാപ്പ് ആൾമോസ്റ്റ് സെയിം ആണ്. അങ്ങനെ ഇത് ഇവിടെ ഇരിക്കട്ടെ. RW39 ഓൺ ചെയ്യുന്നതല്ല ഒപ്പരം ഓൺ ചെയ്യും കേട്ടോ. ഇത് ഇവിടെ വെച്ച് നോക്കിയാൽ എത്ര വലിയ സൈസിൻ്റെ മാറ്റമല്ലേ. അപ്പോൾ ഇത് രണ്ടായി. ഇനിയിപ്പോൾ അടുത്തത് നമുക്ക് എന്താ പൊളിക്കുന്നതെന്ന് പറഞ്ഞാൽ RW41 ഒരു വേറൊരു ടൈപ്പ് മോഡലാണ്. എല്ലാം ഒരേ കമ്പനീൻ്റെ സാധനമാണ് കേട്ടോ. ഒരേ കമ്പനീൻ്റെ സാധനമാണ്. പക്ഷേ ഇതിൽ ആപ്ലിക്കേഷന് സെയിം ആണ്, VV ഫിറ്റ് കേട്ടോ. ഇതും സെയിം ആപ്ലിക്കേഷനാണ്. പിന്നെ ഇതിലും അത്ര തന്നെ 3 സ്ട്രാപ്പ്, ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ, ലെതർ, പിന്നെ സിലിക്കോണിൻ്റെ സ്ട്രാപ്പ്, 3 സ്ട്രാപ്പും കൊടുത്തിട്ടുണ്ട്. RW41 എന്നാണ് മോഡൽ നെയിം. ഇതും പൊളിച്ചോക്കാം അതിൻ്റെ ഉള്ളിൽ എന്നല്ല ഉള്ളതെന്ന്. എന്നിട്ട് എല്ലാം ഓൺ ചെയ്തിട്ട് ഞാൻ ക്ലാരിറ്റിയും കാര്യങ്ങളെല്ലാം ഒന്ന് കാണിച്ചു തരാം കേട്ടോ. പിന്നെ കണക്ട് ചെയ്യുന്നൊന്നും ഞാൻ ഇതിൽ ചെയ്യുന്നില്ല. ഇത് സിൽവർ കളറാണ്.
ഓപ്പൺ ചെയ്തത്. സിൽവർ കളറാണ് കിട്ടിയിട്ടുള്ളൂ, ബ്ലാക്ക് കിട്ടിയിട്ടില്ല. പിന്നെ അതേപോലെ തന്നെ ഇതിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ സിൽവർ കൊടുത്തിട്ടുണ്ട്, ഒരു ലെതർ സ്ട്രാപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരു ഗ്രേ കളറിൻ്റെ ഒരു സ്ട്രാപ്പും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നത് കാണുന്നതെന്ന് അറിയില്ല, ഗ്രേ കളറായിട്ട് തന്നെ ഉള്ള ടൈറ്റാനിയം ടൈപ്പ്. ഇത് അത്ര തന്നെ കേട്ടോ, ഒരു ടൈറ്റാനിയം ടച്ച് ഉണ്ട് കേട്ടോ. ഇതിൽ ഈ വാച്ചിന് ടൈറ്റാനിയം ടച്ച് ഉണ്ട്. ഇതിൻ്റെ സ്റ്റിക്കർ പറിച്ചു നോക്കാം അല്ലേ. അപ്പോൾ ഈ മൂന്നെണ്ണത്തിൽ എനിക്ക് ഒരു വക ഇതൊന്ന് ചെറുങ്ങനെ ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ലുക്ക് ഉണ്ട്, നല്ല ഒരു ടൈറ്റാനിയമിൻ്റെ ഒരു നല്ല ഫിനിഷിംഗ് എല്ലായിട്ട് നല്ല ലുക്ക് കാണിക്കുന്നുണ്ട് ഇത്. അപ്പോൾ ഇത് എടുക്കട്ടെ. ഇനിയിപ്പോൾ അടുത്തത് നമുക്ക് വിളിച്ചു നോക്കാം. ഇതിൻ്റെ ഉള്ളിൽ ഒരു വയർലെസ് ചാർജർ ഉണ്ട് അകത്ത് തന്നെ, അത് നമുക്ക് പയ്യെ നോക്കാം എന്തെല്ലാം ഉള്ളത്. അപ്പോൾ അടുത്തത് ഏതെന്ന് പറഞ്ഞാൽ നമ്മളെ RW42 കേട്ടോ. ഇതിപ്പോൾ പുതിയ ട്രെൻഡാണ്, ഇപ്പം വന്ന സാധനമാണ്. നമുക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ കളർ നോക്കാം. നമുക്ക് ഡൗട്ട് ഒരു 2 സ്ട്രാപ്പേ വരുന്നുള്ളൂ കേട്ടോ. ഇതിൽ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലും ഒരു സിലിക്കോൺ സ്ട്രാപ്പേ വരുന്നുള്ളൂ. ഇതിൽ എഴുതിയിട്ടുള്ളത് അങ്ങനെയാണ്. പിന്നെ RD ഫിറ്റ് എന്ന് പറയുന്നത് ആപ്ലിക്കേഷനാണ്. ഒരേ കമ്പനീൻ്റെ വാച്ചിൽ പലതരം ആപ്ലിക്കേഷനാണ് കേട്ടോ. അപ്പോൾ മസ്റ്റായിട്ട് എന്താക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ അബൌട്ടിൽ പോയിട്ട് നമുക്ക് ഇത് QR കോഡ് സ്കാൻ ചെയ്താൽ നമുക്ക് വാച്ച് കിട്ടുന്നതായിരിക്കും കേട്ടോ. ഇതൊരു ഗോൾഡൻ ടച്ച് വാച്ചാണ് കേട്ടോ. ഒരു ഗോൾഡൻ ഫിനിഷിംഗ് ഉണ്ട് ഈ വാച്ചിന്. നമുക്ക് ഇത് സ്ട്രാപ്പ് ആൾറെഡി ഇട്ടിട്ട് വരുന്നതാണ് കേട്ടോ. ഇതിൽ സ്ട്രാപ്പ് ആൾറെഡി ഇട്ടിട്ട് വരുന്നതാണ്. നമുക്ക് ഈ തുറന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇത് തന്നെയാണെന്നുണ്ടല്ലോ. ഇതൊന്ന് കാണിക്ക്. ശരിക്കും നമ്മളൊരു ഒരു നോർമൽ ഒരു കോമൺ വാച്ച് യൂസ് ആക്കുന്ന അതൊരു ഫീൽ ഉണ്ട് ഇത് കാണുമ്പോൾ. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ വരുന്ന സ്ട്രാപ്പ് ഏതോ നോക്കട്ടെ. സിലിക്കോണിൻ്റെ സ്ട്രാപ്പും വരുന്നുണ്ട് കേട്ടോ. ഒരു ബ്ലാക്ക് കളറിൻ്റെ സിലിക്കോൺ സ്ട്രാപ്പും വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ വയർലെസ് ചാർജർ, പിന്നെ അതേപോലെ തന്നെ സ്ട്രാപ്പ് അഡ്ജസ്റ്റ് ആക്കാനുള്ള ഒരു ടൂളും കൂടി കൊടുത്തിട്ടുണ്ട്. വയർലെസ് ചാർജർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വാറണ്ടി കാർഡ്, പിന്നെ അതേപോലെ തന്നെ ഇത് മറ്റേ യൂസർ മാനുവലിൻ്റെ ഒരു ഇത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, ഒരു QR കോഡ്. അത് ആപ്ലിക്കേഷൻ്റെ ആയിരിക്കും, അവിടെ ഇരിക്കട്ടെ. ഇതൊരു ടൂളും കൂടി വരുന്നുണ്ട് കേട്ടോ, സ്ട്രാപ്പ് അഡ്ജസ്റ്റ് ആക്കാനുള്ള. അപ്പോൾ ഇത്രയാണ് സാധനം ഉള്ളത്. അപ്പോൾ ജസ്റ്റ് എല്ലാം ഒന്ന് ഓൺ ആക്കിയിട്ട് നമ്മളെ കൈക്കലൊന്ന് കെട്ടി വെക്കാം. നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾ പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് ഏത് ഇഷ്ടപ്പെട്ടതെന്ന് നിങ്ങൾ പറയാൻ മറക്കണ്ട. പിന്നെ അതേപോലെ തന്നെ വീഡിയോ ഒരുപാട് ലെങ്തായി ഒന്നും പറയാൻ നിൽക്കണ്ട. 4 സ്മാർട്ട് വാച്ചാണ് ഒറ്റ വീഡിയോയിൽ അൺബോക്സ് ചെയ്തത്. ഓരോ വീഡിയോ ആയിട്ട് ചെയ്താലും മതി ഉണ്ടായി. പക്ഷേ അതല്ല, ഓരോ വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നുണ്ട്. എങ്ങനെ കണക്ട് ചെയ്യാന്നുള്ളതെല്ലാം ഞാൻ ഒന്ന് അടുത്ത വീഡിയോയിൽ അങ്ങനെ ചെയ്യുന്നതായിരിക്കും. പിന്നെ അതേപോലെ തന്നെ വേറൊരു സാധനം കൂടി വന്നിട്ടുണ്ട്, വേറൊരു കമ്പനീൻ്റെ സാധനം കൂടി വന്നിട്ടുണ്ട്. അതും കൂടി ഇന്ന് തന്നെ അൺബോക്സ് ചെയ്യണം. അപ്പം ഇന്ന് തന്നെ 2 വീഡിയോ ആണ്, അതുകൊണ്ടാണ് ഇത് 4 ഒപ്പം തന്നെ ചെയ്യുന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് എന്താക്കാം, നമുക്ക് ഇതിൽ നിന്ന് തുടങ്ങാം. ഓപ്പൺ ചെയ്തത് അതിൽ നിന്നല്ല, ഇതിൽ നിന്ന് തുടങ്ങാം. ഇത് ഓണാക്കിയിട്ട് നോക്കാം. നമുക്ക് ഒന്നും ചാർജ് ഇല്ലേന്ന്, എല്ലാം ഓൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് മാത്രം ഓൺ ആയിട്ടില്ല, ഇത് ചാർജ് ഇല്ല, അതുകൊണ്ടാണ്. ചാർജിന് വെച്ചിട്ട് കാണിച്ചു തരാം. ഇതിൻ്റെ ലുക്ക് ഇതാണ്. ഇതിൻ്റെ ആപ്ലിക്കേഷൻ സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. ഒരുപാട് വാൾപേപ്പേഴ്സ് ഇതിൽ കമ്പനി കൊടുക്കുന്നുണ്ട്. അതാകാറുണ്ടോ, ഒരുപാട് വാൾപേപ്പേഴ്സ് ഉണ്ട്. നല്ല ക്ലാരിറ്റി ഉണ്ട് കേട്ടോ. നല്ല ക്ലാരിറ്റി എന്ന് പറഞ്ഞാൽ അടിപൊളി ക്ലാരിറ്റി ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ കൈക്ക് നല്ല ലുക്ക് ഉണ്ടാവും കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ട വാച്ച് ഏതെന്ന് ചോദിച്ചാൽ ഇത് ഇതിനുണ്ടായത് ഇപ്പോൾ ഇതാണ്. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ആൾവേസ് ഓൺ ഡിസ്പ്ലേയിൽ ഒരു രക്ഷയില്ല കേട്ടോ. നല്ല ആൾവേസ് ഓൺ ഡിസ്പ്ലേയിൽ നല്ല ലുക്ക് ഉണ്ട് കാണാൻ. പിന്നെ അതേപോലെ തന്നെ വാൾപേപ്പേഴ്സും അത്ര തന്നെ. ബസൽസേ ഇല്ല കേട്ടോ, ബസലേ ഇല്ല. അതാ കാണുന്നുണ്ടോ, ബസലെല്ലാം ഇതിൻ്റെ ഈ ക്രോമിൻ്റെ ഉള്ളിൽ കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് കാണുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ആൾവേസ് ഓൺ ഡിസ്പ്ലേ എല്ലാം ഒരു രക്ഷയില്ലാത്ത ആൾവേസ് ഓൺ ഡിസ്പ്ലേ ആണ്. ഇതാ കാണുന്നുണ്ടോ, ഒരു ലുക്ക് ഹെവി ലുക്കുള്ള ഒരു സ്മാർട്ട് വാച്ചാണ്. പിന്നെ അടുത്തത് ഇതിൻ്റെത് അവസ്ഥ എന്താണെന്ന് നോക്കാം നമുക്ക്. ക്ലാരിറ്റി ഓക്കെ ആണ്, പെർഫെക്റ്റ്. ഒരു എന്താ പറഞ്ഞാൽ ഒന്നും പറയാനില്ല, അജാതി ക്ലാരിറ്റിയും കാര്യങ്ങളെല്ലാം ആയിട്ടുള്ള ഒരു സ്മാർട്ട് വാച്ചാണ്. പിന്നെ അതേപോലെ തന്നെ ഇതിൽ മെനു സ്റ്റൈലും എല്ലാം അത്ര തന്നെ നല്ല ക്ലാരിറ്റി ഉണ്ട് കേട്ടോ. ഡിസ്പ്ലേയിലോ IPS AMOLED എന്ന് പറയുമ്പോൾ നല്ല അടിപൊളി ക്ലാരിറ്റി ഉണ്ട്. പക്ഷേ ഇത് ഓൺ ആയിട്ടില്ല, ഇത് നമുക്ക് ഓൺ ചെയ്തിട്ട് കാണിച്ചു തരാം. ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് വെച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. ഓൺ ചെയ്ത് ഫസ്റ്റ് ഓരോന്നേ കാണിക്കാം കേട്ടോ. ഇതിൻ്റെ ക്ലാരിറ്റി, ഇതിൻ്റെ ആൾവേസ് ഓൺ ഡിസ്പ്ലേ ഇങ്ങനെയാണ് വരുന്നത്. ഓരോന്നിൻ്റെ ക്ലാരിറ്റിയും കാര്യങ്ങളെല്ലാം കാണിക്കാം കേട്ടോ. കാണുന്നുണ്ടോ, ഇത് വാൾപേപ്പേഴ്സ് ആണ്. ഒരുപാട് ടൈപ്പ് വാൾപേപ്പേഴ്സ് ഇതിൽ കമ്പനി കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ മെനു സ്റ്റൈല് 2-3 ടൈപ്പ് മെനു സ്റ്റൈല് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതിലെല്ലാ ഫംഗ്ഷനും വർക്കിംഗ് ആണ് കേട്ടോ. കോളിംഗ്, നോട്ടിഫിക്കേഷൻ, അങ്ങനത്തെ എല്ലാ സംഭവം വർക്കിംഗ് ആണ്. വലിയ സൈസാണ് കേട്ടോ. ഇത് കമ്പയർ ഞാനും പയ്യെ കാണിച്ചറ. സൈസ് കമ്പയർ ചെയ്യേണ്ടില്ല, അത് ഇവിടെ തന്നെ നോക്കിയാൽ മനസ്സിലാവും നിങ്ങൾക്ക്. ഇതാ കാണണ്ടാവും, ഇത് ചെറുതും ഇത് വലുതും. വെയിറ്റ് ആൾമോസ്റ്റ് സെയിം ആണ്, ബട്ട് ഇത് സൈസ് ഹെവി ആണ് കേട്ടോ. വലിയ സൈസ് ആവശ്യക്കാർ എന്താക്കാന്ന് പറഞ്ഞാൽ ഇതിന് കോൺടാക്ട് ചെയ്യുക. RW36 കേട്ടോ. പിന്നെ അതേപോലെ തന്നെ RW39 ക്ലാരിറ്റിയും പിന്നെ അതേപോലെ തന്നെ ഡിസ്പ്ലേയും കാണിച്ചു തരാം. RW39 ഡിസ്പ്ലേ ക്ലാരിറ്റി നോക്കിയോ, അട്ടാറ് ഡിസ്പ്ലേ ക്ലാരിറ്റിയാണ്. പിന്നെ അതിൻ്റെ ആൾവേസ് ഓൺ ഡിസ്പ്ലേ ഇവിടെ വെക്കുന്നത്, അപ്പോൾ നിങ്ങൾക്ക് കാണും. പിന്നെ അതേപോലെ തന്നെ മെനു സ്റ്റൈലും അത്ര തന്നെ കേട്ടോ. ഒരുപാട് ടൈപ്പ് മെനു സ്റ്റൈലുണ്ട്.
പിന്നെ ഇതിലെല്ലാ ഫംഗ്ഷനും വർക്കിംഗ് ആണ്. കോളിംഗ്, നോട്ടിഫിക്കേഷന്, പിന്നെ ബ്ലൂടൂത്ത് കോളിംഗ് എല്ലാ സംഭവങ്ങളും വർക്കിംഗ് ആണ്. പിന്നെ അതേപോലെ തന്നെ ഇത് RW39 കേട്ടോ. RW39 ഇതിൽ സിൽവർ കളർ കിട്ടിയാൽ നല്ല ഉണ്ടാവും. സിൽവർ കളർ വന്നിട്ടില്ല, ബ്ലാക്ക് കളറാണ് വന്നിട്ടുള്ളൂ. ഓക്കെ, പിന്നെ അതിൽ ഹൈനോടെക്കോ ജർമ്മനി സ്പോർട്സ് എന്നുള്ള എഴുതിയിട്ടുണ്ട്. പിന്നെ അടുത്തത് RW41. ആൾവേസ് ഓൺ ഡിസ്പ്ലേ ഞാൻ ആദ്യം പറഞ്ഞു കഴിഞ്ഞു. നല്ല ക്ലാരിറ്റി ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഡിസ്പ്ലേ ക്ലാരിറ്റിയിൽ ഒരു രക്ഷയില്ല കേട്ടോ. ഡിസ്പ്ലേ ക്ലാരിറ്റി അടിപൊളി ഡിസ്പ്ലേ ക്ലാരിറ്റിയാണ്. പിന്നെ ഇത് മറ്റേ മെനു സ്റ്റൈലെല്ലാം ഒരുപാട് മെനു സ്റ്റൈൽ ഇതിലും ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ബ്ലൂടൂത്ത് കോളിംഗ് കാര്യങ്ങളെല്ലാം വർക്കിംഗ് ആണ്. പിന്നെ ആൾവേസ് ഓൺ ഡിസ്പ്ലേനെ പറ്റി ഒന്നും പറയാനില്ല. അടിപൊളി ആൾവേസ് ഓൺ ഡിസ്പ്ലേ കാര്യങ്ങളെല്ലാം ആയിട്ടുള്ള ഒരു അടിപൊളി സാധനമാണ്. ബാറ്ററി ബാക്കപ്പ് ഹെവിയാണ് കേട്ടോ. എല്ലാത്തിൻ്റെ ബാറ്ററി ബാക്കപ്പ് നല്ല ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഹൈനോടെക്കോൻ്റെ സ്മാർട്ട് വാച്ച് വരുന്നതിനെല്ലാം ബാറ്ററി ബാക്കപ്പ് ഹെവിയാണ്. ഇതിൽ കുറച്ച് ചാർജ് കുറവുണ്ട്. അപ്പോൾ അതിനെക്കൊണ്ട് അതിൻ്റെതായ ക്ലാരിറ്റിയേ ഉള്ളൂ. പിന്നെ അതാ ഇത് ക്ലാരിറ്റി ഉണ്ട്, അത്യാവശ്യം ക്ലാരിറ്റി ഉണ്ട്. അത്യാവശ്യം ഒന്നല്ല, നല്ല ക്ലാരിറ്റി ഉണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട വാച്ചും ഇത് തന്നെ കേട്ടോ. RW42 കേട്ടോ. അടിപൊളിയായിട്ടുള്ള സ്മാർട്ട് വാച്ചാണ്. ഇതാ കാണുന്നുണ്ടോ? കൈക്കെല്ലാം കെട്ടിയിട്ട് കാണിക്കണമെന്നെല്ലാം ഉണ്ട്. പക്ഷേ കാണിക്കാനുള്ള ടൈമില്ല. എന്താ പറഞ്ഞാൽ ഒരുപാട് ലെങ്ത് ആക്കിയിട്ട് വീഡിയോ ബോറടിപ്പിക്കുന്നില്ല. ഇതിലും അത്ര തന്നെ ഒരുപാട് ടൈപ്പ് മെനു സ്റ്റൈൽ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഒരു രക്ഷയില്ലാത്ത സാധനം കേട്ടോ. ഹൈനോടെക്കോൻ്റെ ഒരു രക്ഷയില്ലാത്ത കിടുക്കാച്ച സാധനങ്ങളാണ് ഈ 4 വന്നിട്ടുള്ളത് കേട്ടോ. 4 സ്മാർട്ട് വാച്ചും അടിപൊളി അടാറ് സ്മാർട്ട് വാച്ചുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്ക് ഈ വീഡിയോ എത്തിച്ചു കൊടുക്കാം കേട്ടോ. ദുബൈയിലുള്ള നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഈ വീഡിയോ എത്തിച്ചു കൊടുക്കുക. എന്തിനും പറഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താലോ അല്ലെങ്കിൽ അടുത്തുള്ള ഷോപ്പിൽ പോയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഡിസ്ക്രിപ്ഷനിലെ നമ്പർ, പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ടാവും. പിന്നെ പ്രൈസ് ഡീറ്റെയിൽസ് എല്ലാം കമൻറ്റ് ബോക്സിലോ പിന്നെ ഇതിൽ ഡിസ്ക്രിപ്ഷനിലെല്ലാം കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ വന്നിട്ട് ബാർഗിൻ ചെയ്യേണ്ടില്ല. റേറ്റ് ഫിക്സ് ആയിരിക്കും. ഷോപ്പിൽ വരുന്ന ഒരു 20 രൂപ കുറവുണ്ടാവും. അതർവൈസ് ഫ്രീ ഡെലിവറി ഉള്ള പ്രൈസാണ് അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവുക. പിന്നെ അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ഫോളോ ആക്കാത്തവർ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ആക്കാം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് സ്റ്റോറി ഇടലുണ്ട്. നല്ല അടിപൊളി ഓഫേഴ്സ് കാര്യങ്ങളെല്ലാം ഞാൻ പോസ്റ്റ് ചെയ്യലുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. അപ്പോൾ ഇൻസ്റ്റാഗ്രാമും കൂടി ഫോളോ ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്കും ഞാൻ ഉണ്ടാക്കുന്നുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ അടിപൊളിയായിട്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഒരു താങ്ക്സ് പറയാനുണ്ട്. എന്താ പറഞ്ഞാൽ 4500 സബ്സ്ക്രൈബേഴ്സായി നമ്മളെ ഇതിൽ യൂട്യൂബിൽ. അപ്പോൾ അതേപോലെ തന്നെ ഇനി മുന്നോട്ട് നല്ല നല്ല സബ്സ്ക്രൈബർ ഫാമിലിയിലേക്ക് മെമ്പർ ആവാം. പിന്നെ അതേപോലെ തന്നെ അടുത്തൊരു അടിപൊളി കിടുക്കാച്ചി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ഇതിൻ്റെ ബാക്ക് ടു ബാക്ക് ഇപ്പോൾ ഇനിയൊരു വീഡിയോ എടുക്കാറുണ്ട്. ഇനിയൊരു സാധനം കൂടി വന്നിട്ടുണ്ട്. ഒരു 3-4 സ്മാർട്ട് വാച്ച് വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടി വീഡിയോ വരുന്നതായിരിക്കും. അപ്പോൾ ഫുള്ള് സപ്പോർട്ടാക്കാം. പിന്നെ അതേപോലെ തന്നെ ഫുള്ള് കമൻറ്റ് അടിച്ചിട്ട് നിങ്ങളെ ഫുൾ സപ്പോർട്ട് അറിയിക്കുക. പിന്നെ ഷെയർ ആക്കി കൊടുക്കാൻ മറക്കണ്ട ഫ്രണ്ട്സിനൊന്നും. പ്രൈസ് കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷനിലുണ്ട് കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ.